ആരാ? ഏ? കുറച്ച് വെള്ളം തരൂ. ആ, മനുഷ്യനായിരുന്നല്ലേ? ആ, ആരാണ്? ഞാൻ ഏതൊഴി പോയപ്പോ ഇതുവഴിയാ? ഇങ്ങോട്ട് വരാൻ തന്നെ ഒരു വഴിയില്ലല്ലോ പിള്ളേ. ആ, നിക്കി, വെള്ളം എടുക്കാം. സാധാരണ ഈ സമയത്തൊന്നും മനുഷ്യന്മാരാരും ഈ വഴി വരാത്തത്. പക്ഷെ എനിക്കാണെങ്കിൽ ഈ സമയത്ത് ആരോടെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാനാണ് ഇഷ്ടം. എന്തിനു ചെയ്യാൻ, ഒറ്റയ്ക്കായ പിന്നെ ഇങ്ങനെ തന്നെ ആഗ്രഹിക്കാന്നേ ഉള്ളൂ. പിള്ളേ, കുടിക്കും. നിങ്ങൾ എവിടെ നിന്ന് വരണേ? ഞാൻ താഴെ ജോലിക്ക് വന്നതാ. എവിടെ? താഴെ ഒരു കടയിൽ, അവിടുത്തെ കവലയിൽ. എന്ത് ഈ സമയത്ത്? നല്ല ഇരുട്ടല്ലേ? ഇരുട്ടാണ്, നല്ല ഇരുട്ടാണ്. എനിക്ക് പിന്നെ പണ്ടേ ഇരുട്ടാ. കുഞ്ഞുനാളിലൊരു പനി വന്നത്. മനുഷ്യന്മാരുടെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളിപ്പോൾ എന്തിനിങ്ങോട്ട് വന്ന്? വഴി തെറ്റി വല്ലതും വന്നതാണോ? വഴിയൊന്ന് തെറ്റിയായിരുന്നു. ആ, അത് പറ. വഴി തെറ്റിയൊക്കെയാണ് മനുഷ്യന്മാർ ഇങ്ങോട്ട് വരാറുള്ളത്. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. കവലയിലേക്ക് ഇവിടെ നിന്ന് അധിക ദൂരമൊന്നുമില്ല. ഏതായാലും നിങ്ങൾ ഇരിക്കും. കുറച്ചു നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാം. നിങ്ങൾക്ക് തിരക്കില്ലെങ്കിൽ. ഇല്ല, തിരക്കില്ല. ഇരിക്കാം. കവലയിലാണെന്നല്ലേ പറഞ്ഞത്? കവലയിൽ രാവിലെ ഒരു മരണം നടന്നായിരുന്ന? ആരെയാണ്ട് കൊന്നെന്ന് പറയണ കേട്ട്. നിങ്ങൾ വല്ലതും അറിഞ്ഞായിരുന്ന? അറിഞ്ഞായിരുന്നു. കൊന്നവൻ ഓടിയെന്നാ പറഞ്ഞു കേട്ട്. രക്ഷപ്പെട്ടു പോയി കാണുമല്ലേ അവൻ? കൊന്നവനെ നാട് വിട്ടുപോയി കാണൂലേന്ന്? അറിയില്ല. സംഭവം കണ്ടായിരുന്ന? അല്ല, സംഭവം നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന? ഉണ്ടായിരുന്നു. കണ്ട? കൊന്നത് കണ്ട? കൊന്നതൊന്നും ഞാൻ കണ്ടില്ല. അല്ല, കൊന്നതാണെന്ന് ആർക്കറിയാം? ആർക്കറിയാം? കൊന്നൊന്നും ആരും കണ്ടില്ലല്ലോ. നാട്ടുകാർ മൊത്തം കണ്ടെന്നാണല്ലോ പറയണേ. നിങ്ങൾ കണ്ടോ? നമുക്ക് കാണാൻ വഴിയില്ലല്ലോ. കണ്ണുള്ളവർ പറയുന്നതല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. അതിലൊന്നും കാര്യമില്ല. കണ്ണുള്ളവർ നിങ്ങളെപ്പോലെ തന്നെയാ. അപ്പൊ നാട്ടുകാരെല്ലാം പറയണ കാര്യം? നാട്ടുകാർ നിങ്ങൾക്ക് കണ്ണ് കാണാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? നാട്ടുകാർ കാണണമെന്ന് ആഗ്രഹിക്കുന്നതേ കണ്ടെന്ന് പറയും, കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നതേ കേട്ടെന്ന് പറയും, അറിയണമെന്ന് ആഗ്രഹിക്കുന്നതേ അറിഞ്ഞെന്ന് പറയൂ.
ഇവിടെ കുറച്ചു നേരമായിട്ടൊരു മണം, നല്ല അറവ് കോഴിയുടെ ചോരയുടെ മണം. നിങ്ങൾക്ക് കിട്ടണുണ്ടോ? ഏ? വഴി പിന്നെയും തെറ്റി.